അങ്ങനെ 6 വയസ്സുള്ളപ്പ എന്റെ കൂടെ ചേർത്ത് പിടിച്ച് എന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച പെൺകുഞ്ഞു കൂടി എന്റെ കയ്യിൽ നിന്ന് പോവുക. ആ കൊച്ചി എന്റെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞപ്പോ ഞാൻ തകർന്നു പോയി. ശരി, പക്ഷെ എങ്കിലും ഞാൻ എന്റെ മനസ്സുകൊണ്ട് വിചാരിക്കുന്നത് അവരുടെ മിത്രങ്ങളല്ലേ കൊണ്ടുപോയണം, അല്ലാണ്ട് വേറെ ഓപ്ഷൻ ഇല്ല. പക്ഷെ കൊച്ചി ഇപ്പൊ തിരുവല്ലയിൽ വളരണം. അതിനുശേഷം ഈ കുമ്പളങ്ങിക്കാരൻ 6 മാസത്തോളം ആ വീട്ടിൽ കഴിച്ചു കൂട്ടി. എന്റെ കുമ്പളങ്ങിലെ വീട് മൊത്തം ആള് കയറി. ഞാൻ പണി കഴിഞ്ഞ് വന്ന് കയറുന്ന രാത്രിക്ക് ഒരു മനുഷ്യൻ ഒരു മാതിരി ധൈര്യം ഇല്ലാത്തവനാണ് ഫാനിലേക്ക് എടുത്തു പോകും. പക്ഷെ എനിക്കെന്താണെന്ന് അറിയാം, എന്റെ അപ്പന്റെ ഒരു ധൈര്യം. തീർച്ചയായിട്ടും എന്റെ കുമ്പളങ്ങിൽ ഞാൻ അങ്ങനെ നടന്നേക്കണമെന്ന്. അപ്പൊ എന്റെ അപ്പന്റെ ധൈര്യം കാരണം ഞാൻ പിടിച്ചിരിക്കുക. അത് കഴിഞ്ഞപ്പോൾ ഞാൻ വീട് ഇപ്പൊ ഒരു ഫാമിലിക്ക് പണയത്തിന് കൊടുത്ത്. എനിക്ക് ഒരു ഒറ്റപ്പെടൽ പോലെ രാത്രിയൊക്കെ വന്ന് കയറുമ്പോൾ ഒരു ഏകാന്തത. അത് കഴിഞ്ഞപ്പോ എന്റെ ഒരു ഫ്രണ്ട് വന്നിട്ടും പറഞ്ഞാ നീ ഇനി ഇവിടെ നിൽക്കണ്ട. പിന്നെ ജനങ്ങൾ എന്നെ ഒരു സഹതാപത്തിലാണ്. എല്ലാവർക്കും തന്നെ ഇഷ്ടമാണ് കുമ്പളക്കാരൻ എന്നുള്ളത്. പക്ഷെ ജനങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴൊക്കെ നമ്മളോട് ഒരു സഹതാപം, എന്താ മോനെ മോക്ക് സുഖമാണ്, അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വന്നു കഴിയുമ്പോ എനിക്കെന്തോ ഒരു അങ്ങനെയാണ്. ഞാനിപ്പോ സത്യത്തിന് കൊച്ചിയിലാണ് സൗഹൃദങ്ങളായി ഞാനിപ്പോ സ്റ്റേ ചെയ്തേക്കണത്. ഇപ്പൊ കേസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം. പ്രതി ഇപ്പൊ മിടുക്കനായിട്ട് ജാമ്യം എടുത്ത് പുറത്തു നിൽക്കണം. അതിനെതിരെ ഞാനിപ്പോ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ഒറ്റയാൾ പോരാട്ടം. ഇതാണ് ഇവിടുത്തെ കേരളത്തിലെ അവസ്ഥ.